1 ദിനവൃത്താന്തം അധ്യായം 19. അമ്മോന്യരെയും സിറിയക്കാരെയും തോൽപ്പിക്കുന്നു. അമ്മോന്യ രാജാവായ നാഹാഷ് മരിച്ചു. അവൻ്റെ മകൻ പകരം രാജാവായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, നാഹാഷിൻ്റെ പുത്രൻ ഹാനൂനോട് ഞാൻ ദയാപൂർവം വർത്തിക്കും. എന്തെന്നാൽ അവൻ്റെ പിതാവ് എന്നോടും കാരുണ്യപൂർവ്വം വർത്തിച്ചു. പിതാവിൻ്റെ നിര്യാണത്തിൽ ഹാനൂനെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ അമ്മോന്യരുടെ നാട്ടിൽ ഹാനൂൻ്റെ അടുത്ത് അവനെ ആശ്വസിപ്പിക്കാനെത്തി. അപ്പോൾ അമ്മോന്യ പ്രമാണികൾ ഹാനൂനോട് ചോദിച്ചു, ദാവീദ് അങ്ങയുടെ അടുത്ത് ആശ്വാസകരെ അയച്ചത് അങ്ങയുടെ പിതാവിനെ ബഹുമാനിക്കാനാണെന്ന് വിചാരിക്കുന്നുവോ? ദേശം ഒറ്റുനോക്കി അതിനെ കീഴടക്കാനല്ലേ അവർ വന്നിരിക്കുന്നത്? അതുകൊണ്ട് ഹാനൂൻ ദാവീദിൻ്റെ ദൂതന്മാരെ താടിയും ശിരസും മുണ്ഡനം ചെയ്ത് അരമുതൽ പാദം വരെ അങ്കി മുറിച്ചു കളഞ്ഞ് വിട്ടയച്ചു. അവർക്ക് സംഭവിച്ചത് ദാവീദ് അറിഞ്ഞു. അവൻ അവരെ സ്വീകരിക്കാൻ ആളയച്ചു. അവർ ലജ്ജാഭരിതരായിരുന്നു. താടി വളരുന്നതുവരെ ജെറിക്കോയിൽ താമസിച്ച് തിരികെ വരാൻ രാജാവ് അവരോട് കൽപ്പിച്ചു. തങ്ങൾ ദാവീദിൻ്റെ ശത്രുത സമ്പാദിച്ചെന്ന് അമ്മോന്യർക്ക് മനസ്സിലായി. അവർ 6000 താലന്ത് വെള്ളിക്ക് രഥങ്ങളെയും കുതിരപ്പട്ടാളത്തെയും മെസൊപ്പൊട്ടാമിയ, ആരാമാക്ക, സോബ എന്നിവിടങ്ങളിൽ നിന്ന് കൂലിക്കെടുത്തു. അവർ 32,000 രഥങ്ങൾ കൂലിക്ക് വാങ്ങി. അതുപോലെ മാക്കായിലെ രാജാവിനെയും സൈന്യങ്ങളെയും. അവർ മെദേബായ്ക്ക് മുൻപിൽ പാളയമടിച്ചു. പട്ടണങ്ങളിൽ നിന്ന് സൈന്യത്തിലെടുത്ത അമ്മോന്യരും യുദ്ധത്തിന് പുറപ്പെട്ടു. ഇത് കേട്ട് ദാവീദ് യോവാബിനെയും ധീരയോദ്ധാക്കളുടെ മുഴുവൻ സൈന്യത്തെയും അങ്ങോട്ടയച്ചു. അമ്മോന്യർ നഗരകവാടത്തിൽ അണിനിരന്നു. അവരെ സഹായിക്കാൻ വന്ന രാജാക്കന്മാർ തുറന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചു. മുൻപിലും പിൻപിലും ശത്രു സൈന്യം അണിനിരന്നിരിക്കുന്നത് കണ്ട് യോവാബ് ഇസ്രായേലിലെ ധീരന്മാരെ തിരഞ്ഞെടുത്ത് സിറിയയ്ക്കെതിരെ ചെന്നു. ശേഷിച്ച സൈനികരെ അവൻ തൻ്റെ സഹോദരനായ അബിഷായിയെ ഏൽപ്പിച്ചു. അവൻ അമ്മോന്യരെ നേരിട്ടു. യോവാബ് പറഞ്ഞു, സിറിയക്കാർ എന്നേക്കാൾ ശക്തരാണെങ്കിൽ നീ എന്നെ സഹായിക്കണം. അമ്മോന്യർ നിന്നേക്കാൾ ശക്തരായി കണ്ടാൽ ഞാൻ നിന്നെ സഹായിക്കാം. ധൈര്യമായിരിക്കുക. നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണത്തിനും വേണ്ടി നമുക്ക് സുധീരം പോരാടാം. കർത്താവ് നന്മയെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. യോവാബും അനുയായികളും സിറിയക്കാരുടെ നേരെ പുറപ്പെട്ട് അവരെ തോൽപ്പിച്ചോടിച്ചു. സിറിയക്കാർ പലായനം ചെയ്തെന്ന് കണ്ട് അമ്മോന്യർ യോവാബിൻ്റെ സഹോദരനായ അബിഷായിയുടെ മുൻപിൽ നിന്ന് ഓടി പട്ടണത്തിൽ പ്രവേശിച്ചു. യോവാബ് ജെറുസലേമിലേക്ക് മടങ്ങി. തങ്ങൾ ഇസ്രായേല്യരുടെ മുൻപിൽ പരാജിതരായെന്ന് കണ്ട് സിറിയക്കാർ ദൂതന്മാരെ അയച്ച് യൂഫ്രട്ടീസിന് മറുകരയുണ്ടായിരുന്ന സിറിയക്കാരെ വരുത്തി. ഹദദേസറിന്റെ സേനാനായകൻ ഷോഫാക്കാണ് അവരെ നയിച്ചത്. ദാവീദ് ഇതറിഞ്ഞ് ഇസ്രായേല്യരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. ജോർദാൻ കടന്ന് സൈന്യത്തെ അണിനിരത്തി അവർക്കെതിരെ പൊരുതി. സിറിയക്കാർ ഇസ്രായേലിന്റെ മുൻപിൽ തോറ്റോടി. ദാവീദ് സിറിയക്കാരുടെ 7,000 തേരാളികളെയും 40,000 വരുന്ന കാലാൾപ്പടയെയും സേനാനായകൻ ഷോഫാക്കിനെയും നിഗ്രഹിച്ചു. ഇസ്രായേല്യർ തങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് കണ്ട് ഹദദേസറിന്റെ ദാസന്മാർ ദാവീദുമായി സന്ധി ചെയ്ത് അവന് കീഴടങ്ങി. പിന്നീട് സിറിയക്കാർ അമ്മോന്യരെ സഹായിക്കാൻ പോയില്ല. 1 ദിനവൃത്താന്തം അധ്യായം 20. റബ്ബ പിടിച്ചടക്കുന്നു. രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള വസന്തകാലം സമാഗതമായപ്പോൾ യോവാബ് സൈന്യസമേതം അമ്മോന്യരെ ആക്രമിച്ച് റബ്ബ ഉപരോധിച്ചു. ദാവീദ് ജെറൂസലേമിൽ തന്നെ താമസിച്ചു. യോവാബ് റബ്ബയെ ആക്രമിച്ച് നശിപ്പിച്ചു. ദാവീദ് അവരുടെ രാജാവിൻ്റെ കിരീടം എടുത്തു. 1 താലന്ത് സ്വർണം കൊണ്ടാണ് അത് നിർമ്മിച്ചിരുന്നത്. അതിൽ വിലയേറിയ ഒരു രത്നവും പതിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അത് തൻ്റെ ശിരസിലണിഞ്ഞു. പട്ടണത്തിൽ നിന്ന് ധാരാളം കൊള്ളമുതലും അവൻ കൊണ്ടുപോന്നു. അവിടുത്തെ ജനങ്ങളെ കൊണ്ടുവന്ന് അറക്കവാളും ഇരുമ്പുപാരയും കോടാലിയും കൊണ്ടുള്ള ജോലിക്ക് നിയോഗിച്ചു. അമ്മോന്യരുടെ എല്ലാ പട്ടണങ്ങളോടും അവൻ ഇങ്ങനെ ചെയ്തു. അനന്തരം ദാവീദും സകല ജനവും ജെറൂസലേമിലേക്ക് മടങ്ങിപ്പോന്നു. പിന്നീട് ഫിലിസ്തീർക്കെതിരെ ഗേസറിൽ യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിൽ ഹുഷാത്യനായ സിബക്കായി മല്ലന്മാരുടെ സന്തതികളിൽ ഒരാളായ സിപ്പായിയെ വധിച്ചു. അതോടെ ഫിലിസ്തീർ കീഴടങ്ങി. ഫിലിസ്തീർക്കെതിരെ വേറൊരു യുദ്ധം കൂടെയുണ്ടായി. അതിൽ ജായിറിന്റെ മകനായ എൽഹനാൻ ഗിത്യനായ ഗോലിയാദിന്റെ സഹോദരൻ ലഹ്മിയെ വധിച്ചു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരൻ്റെ ഓടം പോലെയായിരുന്നു. ഗത്തിൽ വെച്ച് വീണ്ടും യുദ്ധമുണ്ടായി.
അവിടെ ദീർഘകായനും കൈക്കും കാലിനും 6 വീതം 24 വിരൽ ഉള്ളവനുമായ ഒരുവൻ ഉണ്ടായിരുന്നു. അവനും മല്ലവംശത്തിൽപ്പെട്ടവനായിരുന്നു. അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനും ഷിമയ്യയുടെ പുത്രനുമായ ജോനാഥാൻ അവനെ കൊന്നു. ഗത്തിലെ മല്ലവംശജരായ ഇവർ ദാവീദിന്റെയും ദാസന്മാരുടെയും കൈയാൽ നശിപ്പിക്കപ്പെട്ടു. 1 ദിനവൃത്താന്തം അധ്യായം 21. ദാവീദ് ജനസംഖ്യ എടുക്കുന്നു. സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിന്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. ദാവീദ് യോവാബിനോടും സേനാനായകന്മാരോടും കൽപ്പിച്ചു, നിങ്ങൾ ബെർഷെബ മുതൽ ദാൻ വരെയുള്ള ഇസ്രായേലിയരെ എണ്ണുവിൻ, എനിക്ക് അവരുടെ സംഖ്യ അറിയണം. യോവാബ് പറഞ്ഞു, കർത്താവ് ജനത്തെ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എൻ്റെ യജമാനായ രാജാവേ, അവർ അങ്ങയുടെ ദാസന്മാരല്ലയോ? പിന്നെ എന്തുകൊണ്ടിങ്ങനെ ആവശ്യപ്പെടുന്നു? ഇസ്രായേലിൽ എന്തിന് അപരാധം വരുത്തുന്നു? യോവാബിന് രാജകൽപ്പന അനുസരിക്കേണ്ടി വന്നു. അവൻ ഇസ്രായേൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ജെറൂസലേമിൽ തിരിച്ചെത്തി. യോവാബ് ജനസംഖ്യ ദാവീദിനെ അറിയിച്ചു. ഇസ്രായേലിൽ യോദ്ധാക്കൾ ആകെ 11 ലക്ഷം, യൂദായിൽ 4,70,000. എന്നാൽ ലേവ്യരെയും ബെഞ്ചമിൻ ഗോത്രജരെയും യോവാബ് എണ്ണിയില്ല. കാരണം രാജകൽപ്പനയോട് അവന് വലിയ വിദ്വേഷം തോന്നി. ജനത്തിന്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി. അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇതുവഴി ഞാൻ വലിയ പാപം ചെയ്തുപോയി. അവിടുത്തെ ദാസന്റെ അകൃത്യം ക്ഷമിക്കണമേ. വലിയ ഭോഷത്വമാണ് ഞാൻ ചെയ്തത്. കർത്താവ് ദാവീദിന്റെ ദീർഘദർശിയായ ഗാദിനോട് അരുളി ചെയ്തു, ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പറയുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം, അത് ഞാൻ നിന്നോട് ചെയ്യും. ഗാദ് ദാവീദിന്റെ അടുത്ത് വന്നു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. 3 വർഷത്തെ ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പലായനവും, അതുമല്ലെങ്കിൽ 3 ദിവസം മഹാമാരിയാകുന്ന ഖഡ്ഗം കൊണ്ട് കർത്താവിന്റെ ദൂതൻ നടത്തുന്ന സംഹാരം. എന്നെ അയച്ചവനോട് ഞാൻ എന്തു പറയണമെന്ന് തീരുമാനിക്കുക. ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമസന്ധിയിൽ പെട്ടിരിക്കുന്നു. മനുഷ്യരുടെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ കർത്താവിന്റെ കരങ്ങളിൽ പതിക്കുന്നതാണ് ഭേദം. അവിടുത്തെ കാരുണ്യം വലുതാണല്ലോ. കർത്താവ് ഇസ്രായേലിൽ മഹാമാരി അയച്ചു. 70,000 ഇസ്രായേല്യർ മരിച്ചു വീണു. ജെറൂസലേം നശിപ്പിക്കാൻ ദൈവം ദൂതനെ അയച്ചു. അവൻ നഗരം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് മനസ്സുമാറ്റി സംഹാരദൂതനോട് കൽപ്പിച്ചു, മതി, നിന്റെ കരം പിൻവലിക്കുക. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ജബൂസ്യനായ ഒർണാന്റെ മെതിക്കളത്തിനരികെ നിൽക്കുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ ജെറൂസലേമിനെതിരെ വാൾ ഊരി പിടിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്നതാണ് ശിരസ്സുയർത്തിയപ്പോൾ ദാവീദ് കണ്ടത്. ഉടനെ അവനും ശ്രേഷ്ഠന്മാരും ചാക്കുടുത്ത് സാഷ്ടാംഗം വീണു. ദാവീദ് പ്രാർത്ഥിച്ചു, ജനത്തിന്റെ കണക്കെടുക്കാൻ ആജ്ഞാപിച്ചത് ഞാനല്ലേ? ഈ യാചകണം എന്തു ചെയ്തു? എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ കരം എനിക്കും എൻ്റെ പിതൃഭവനത്തിനും എതിരെ ആയിരിക്കട്ടെ. അവിടുത്തെ ജനത്തെ മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കണമേ. കർത്താവിന്റെ ദൂതൻ ഗാദിനോട് പറഞ്ഞു, ജബൂസ്യനായ ഒർണാന്റെ മെതിക്കളത്തിൽ ചെന്ന് അവിടെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ ദാവീദിനോട് പറയുക. കർത്താവിന്റെ നാമത്തിൽ ഗാദ് പറഞ്ഞ വാക്കനുസരിച്ച് ദാവീദ് പുറപ്പെട്ടു. ഒർണാൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂതനെ കണ്ടു. അവനും 4 മക്കളും ഒളിച്ചു കളഞ്ഞു. ദാവീദ് വരുന്നത് കണ്ട് ഒർണാൻ മെതിക്കളത്തിൽ നിന്ന് പുറത്തു വന്ന് നിലം പറ്റി താണുവണങ്ങി. ദാവീദ് അവനോട് പറഞ്ഞു, കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ ഈ കളം എനിക്ക് തരിക. അതിന്റെ മുഴുവൻ വിലയും സ്വീകരിച്ചുകൊള്ളുക. ജനത്തിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ. ഒർണാൻ ദാവീദിനോട് പറഞ്ഞു, അങ്ങ് അതെടുത്തുകൊള്ളുക. എൻ്റെ യജമാനനായ രാജാവിന് ഇഷ്ടം പോലെ ചെയ്യാം. ഇതാ, ദഹനബലിക്ക് കാളകളും വിറകിന് മെതിവണ്ടികളും ധാന്യബലിക്ക് ഗോതമ്പും എല്ലാം ഞാൻ വിട്ടുതരുന്നു. ദാവീദ് പറഞ്ഞു, പാടില്ല, മുഴുവൻ വിലയും തന്നെ ഞാൻ വാങ്ങൂ. നിന്റേതായ ഒന്നും കർത്താവിനായി ഞാൻ എടുക്കുകയില്ല. പണം മുടക്കാതെ ഞാൻ കർത്താവിന് ദഹനബലി അർപ്പിക്കുകയില്ല. ദാവീദ് ആ സ്ഥലത്തിന്റെ വിലയായി 600 ഷെക്കൽ സ്വർണം ഒർണാന് കൊടുത്തു. ദാവീദ് അവിടെ കർത്താവിന് ബലിപീഠം പണിതു.
ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ആകാശത്തിൽ നിന്ന് ദഹനബലിപീഠത്തിലേക്ക് അഗ്നി അയച്ച് കർത്താവ് അവന് ഉത്തരമരുളി. കർത്താവ് ദൂതനോട് കൽപ്പിച്ചു. അവൻ വാൾ ഉറയിലിട്ടു. ജബൂസ്യനായ ഒർന്നാന്റെ മെതിക്കളത്തിൽ വെച്ച് കർത്താവ് തനിക്ക് ഉത്തരമരുളിയതിനാൽ ദാവീദ് അവിടെ ബലികൾ അർപ്പിച്ചു. മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച കർത്താവിന്റെ കൂടാരവും ദഹന ബലിപീഠവും അന്ന് ഗിബയോനിലെ ആരാധനാ സ്ഥലത്തായിരുന്നു. സംഹാരദൂതന്റെ വാളിനെ ഭയന്നതുകൊണ്ട് ദൈവത്തോട് ആരായുന്നതിന് അവിടെ പോകാൻ ദാവീദിന് കഴിഞ്ഞില്ല. 1 ദിനവൃത്താന്തം അധ്യായം 22. ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കം. ദാവീദ് പറഞ്ഞു, ഇതാണ് ദൈവമായ കർത്താവിന്റെ ആലയം, ഇസ്രായേലിന്റെ ദഹന ബലിപീഠവും ഇതുതന്നെ. അനന്തരം ഇസ്രായേലിലെ വിദേശികളെ വിളിച്ചുകൂട്ടാൻ ദാവീദ് കൽപ്പിച്ചു. ദേവാലയ നിർമ്മാണത്തിന് കല്ല് ചെത്തിയൊരുക്കാൻ അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു. പടിവാതിലുകൾക്ക് വേണ്ട ആണിയും വിജാഗിരികളും കൊളുത്തുകളും നിർമ്മിക്കാൻ പിച്ചളയും ഇരുമ്പും അളവില്ലാതെ ശേഖരിച്ചു. സീദോന്യരും ടൈർ നിവാസികളും കൊണ്ടുവന്ന എണ്ണമറ്റ ദേവദാരുക്കളും ദാവീദ് ഒരുക്കി വച്ചു. അവൻ പറഞ്ഞു, എൻ്റെ മകൻ സോളമൻ യുവാവും അനുഭവസമ്പത്ത് ഇല്ലാത്തവനുമാണ്. കർത്താവിനായി പണിയാനിരിക്കുന്ന ആലയം എല്ലാ ദേശങ്ങളിലും കീർത്തിയും മഹത്വവും വ്യാപിക്കത്തക്കവണ്ണം അതിമനോഹരമായിരിക്കണം. ആവശ്യമുള്ള സാമഗ്രികൾ ദാവീദ് തൻ്റെ മരണത്തിനു മുൻപ് ശേഖരിച്ചു വച്ചു. അവൻ തൻ്റെ മകൻ സോളമനെ വിളിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ ചുമതലപ്പെടുത്തി. ദാവീദ് സോളമനോട് പറഞ്ഞു, മകനെ, എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ആലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ ഏറെ രക്തം ചിന്തി, ധാരാളം യുദ്ധങ്ങളും നടത്തി. നീ എൻ്റെ മുൻപിൽ ഇത്രയേറെ രക്തം ഒഴുക്കിയതിനാൽ നീ എനിക്ക് ആലയം പണിയുകയില്ല. നിനക്ക് ഒരു പുത്രൻ ജനിക്കും. അവൻ്റെ ഭരണം സമാധാനപൂർണമായിരിക്കും. ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് ഞാൻ അവന് സമാധാനം നൽകും. അവൻ്റെ നാമം സോളമൻ എന്നായിരിക്കും. അവൻ്റെ കാലത്ത് ശാന്തിയും സമാധാനവും ഞാൻ ഇസ്രായേലിന് നൽകും. അവൻ എൻ്റെ നാമത്തിന് ആലയം പണിയും. അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും. അവൻ്റെ രാജകീയ സിംഹാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കും സുസ്ഥിരമാക്കും. മകനെ, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിന്നെക്കുറിച്ച് അവിടുന്ന് അരുളി ചെയ്തതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയുന്നതിൽ നീ വിജയിക്കട്ടെ. ഇസ്രായേലിൻ്റെ ഭരണം അവിടുന്ന് നിന്നെ ഏൽപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് നിനക്ക് വിവേകവും അറിവും അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. കർത്താവ് മോശ വഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. കർത്താവിൻ്റെ ആലയത്തിന് 1,00,000 താലന്ത് സ്വർണവും 10,00,000 താലന്ത് വെള്ളിയും അളവില്ലാത്ത വിധം പിച്ചളയും ഇരുമ്പും ആവശ്യത്തിനു വേണ്ട കല്ലും മരവും ഞാൻ ക്ലേശം സഹിച്ച് ശേഖരിച്ചിട്ടുണ്ട്. നീ ഇനിയും സംഭരിക്കണം. കല്ലുവെട്ടുകാരും കൽപ്പണിക്കാരും മരപ്പണിക്കാരും സകലവിധ കരകൗശലപ്പണിക്കാരും സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ് എന്നിവയുടെ പണിയിൽ നിപുണരുമായ ജോലിക്കാരുമായി ധാരാളം പേർ നിനക്കുണ്ട്. ജോലി ആരംഭിക്കുക. കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പുത്രൻ സോളമനെ സഹായിക്കാൻ ഇസ്രായേലിലെ എല്ലാ നായകന്മാരോടും ദാവീദ് കൽപ്പിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെയില്ലേ? നിങ്ങൾക്ക് പൂർണ്ണമായ സമാധാനം അവിടുന്ന് നൽകിയില്ലേ? അവിടുന്ന് ദേശനിവാസികളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദേശം മുഴുവനും കർത്താവിനും അവിടുത്തെ ജനത്തിനും കീഴടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ ഹൃദയവും മനസ്സും ഒരുക്കുവിൻ. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകവും ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട വിശുദ്ധ ഉപകരണങ്ങളും സ്ഥാപിക്കാൻ കർത്താവിൻ്റെ നാമത്തിന് ആലയം നിർമ്മിക്കുവിൻ. 1 ദിനവൃത്താന്തം അധ്യായം 23. ലേവ്യഗണങ്ങൾ. ദാവീദ് അതിവൃദ്ധനായപ്പോൾ പുത്രൻ സോളമനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി. ദാവീദ് ഇസ്രായേലിലെ എല്ലാ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി. 30 അതിൽ കൂടുതലും വയസ്സുള്ള ലേവ്യരുടെ കണക്കെടുത്തു. ആകെ 38,000 പേർ ഉണ്ടായിരുന്നു. അവരിൽ 24,000 പേരെ ദേവാലയ ശുശ്രൂഷകരായും 6,000 പേരെ കാര്യവിചാരകരും ന്യായാധിപന്മാരും ആയും ദാവീദ് നിയമിച്ചു. 4,000 പേരെ വാതിൽ കാക്കുന്നതിനും
4000 പേരെ താൻ നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് സ്തുതി പാടുന്നതിനും നിയോഗിച്ചു. അനന്തരം ദാവീദ് അവരെ ഗർഷോം, കൊഹാത്ത്, മെറാറി എന്നിങ്ങനെ കുലക്രമത്തിൽ ഗണം തിരിച്ചു. ഗർഷോമിന്റെ പുത്രന്മാർ ലാദാൻ, ഷിമേയി. ലാദാന്റെ പുത്രന്മാർ പ്രമുഖനായ യെഹിയേലും സേഥാം, ജോയേൽ എന്നിവരും. ഷിമേയിയുടെ പുത്രന്മാർ ഷെലോമോത്ത്, ഹസിയേൽ, ഹാരാൻ എന്നു 3 പേർ. ലാദാന്റെ കുലത്തലവന്മാർ ഇവരായിരുന്നു: യാഹാത്ത്, സീസ, യവൂഷ്, ബെറിയ എന്ന 4 പേരും ഷിമേയിയുടെ പുത്രന്മാർ. യാഹാത്ത് ഒന്നാമനും സീസ രണ്ടാമനും ആയിരുന്നു. യവൂഷിനും ബെറിയായിക്കും അധികം പുത്രന്മാർ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ ഒറ്റ വംശമായി കരുതപ്പെടുന്നു. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ എന്നീ 4 പേർ. അഹ്റോനും മോശയും അമ്രാമിന്റെ പുത്രന്മാരാണ്. അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷ നടത്താനും കർത്താവിന്റെ മുൻപാകെ ധൂപം അർപ്പിക്കാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കാനും അഹ്റോനും പുത്രന്മാരും നിയോഗിക്കപ്പെട്ടു. ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽപ്പെടുന്നു. മോശയുടെ പുത്രന്മാർ ഗർഷോം, എലിയേസർ. ഗർഷോമിന്റെ പുത്രന്മാരിൽ പ്രമുഖൻ ഷെബുവേൽ. എലിയേസറിന്റെ പുത്രൻ റഹാബിയ. എലിയേസറിന് വേറെ പുത്രന്മാർ ഇല്ലായിരുന്നു. എന്നാൽ റഹാബിയായിക്ക് ധാരാളം പുത്രന്മാരുണ്ടായിരുന്നു. ഇസ്ഹാറിന്റെ പുത്രന്മാരിൽ ഒന്നാമൻ ഷെലോമിത്ത്. ഹെബ്രോണിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ജെറിയ, അമരിയ, യഹസിയേൽ, യക്കാമയാം. ഉസിയേലിന്റെ പുത്രന്മാർ ഒന്നാമൻ മീഖ, രണ്ടാമൻ ഇസിയ. മെറാറിയുടെ പുത്രന്മാർ മഹലി, മൂഷി. മഹലിയുടെ പുത്രന്മാർ എലയാസർ, കിഷ്. എലയാസറിന് പുത്രന്മാർ ഇല്ലായിരുന്നു, പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. കിഷിന്റെ പുത്രന്മാരായ അവരുടെ ചാർച്ചക്കാർ അവരെ വിവാഹം ചെയ്തു. മൂഷിയുടെ പുത്രന്മാർ മഹ്ലി, ഏദർ, യെറേമോത്ത് എന്നു 3 പേർ. ഇവരാണ് കുലവും കുടുംബവും അനുസരിച്ച് വംശാവലിയിൽ പേര് ചേർത്ത ലേവി സന്തതികൾ. 20ഉം അതിനുമേലും വയസ്സുള്ള ഇവർ ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ദാവീദ് പറഞ്ഞു: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തിന് സമാധാനം നൽകി. അവിടുന്ന് ജെറുസലേമിൽ നിത്യമായി വസിക്കുന്നു. ആകയാൽ ലേവ്യർക്ക് ഇനി പേടകവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളും വഹിക്കേണ്ടതില്ല. ദാവീദിന്റെ അന്ത്യശാസനമനുസരിച്ച് ലേവിപുത്രന്മാരിൽ 20ഉം അതിനുമേലും വയസ്സുള്ളവർ ദേവാലയ ശുശ്രൂഷയ്ക്ക് പേരെഴുതിച്ചു. ഇവർ ദേവാലയ ശുശ്രൂഷയിൽ അങ്കണവും അറകളും സൂക്ഷിക്കുക, വിശുദ്ധ വസ്തുക്കൾ ശുദ്ധീകരിക്കുക, ദേവാലയത്തിലെ മറ്റു ശുശ്രൂഷകൾ ചെയ്യുക എന്നിവയിൽ അഹ്റോന്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ്. തിരുസാന്നിധ്യയപ്പം, ധാന്യബലിക്കുള്ള മാവ്, പുളിപ്പില്ലാത്ത അപ്പം, കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ചവസ്തുക്കൾ എന്നിവയും അവയുടെ അളവുകളും ഇവരുടെ ചുമതലയിലായിരുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ കർത്താവിനെ പാടി സ്തുതിക്കണം. സാപത്തിലും അമാവാസിയിലും മറ്റു തിരുനാളുകളിലും ദഹനബലി അർപ്പിക്കുമ്പോഴും ഇവർ നിശ്ചയിക്കപ്പെട്ടിടത്തോളം പേർ അങ്ങനെ ചെയ്യണം. സമാഗമ കൂടാരത്തിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും ചുമതല വഹിക്കുകയും കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന തങ്ങളുടെ ചാർച്ചക്കാരായ അഹ്റോന്റെ പുത്രന്മാരെ സഹായിക്കുകയും ചെയ്യണം. 1 ദിനവൃത്താന്തം അധ്യായം 24. പുരോഹിത ഗണങ്ങൾ. അഹ്റോന്റെ കുടുംബത്തിന്റെ ശാഖകൾ ഇവയാണ്: അഹ്റോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ. നാദാബും അബീഹുവും പിതാവിന് മുൻപേ മരിച്ചു. അവർക്ക് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് എലയാസറും ഇത്താമറും പുരോഹിതന്മാരായി. അഹ്റോന്റെ സന്തതികളെ ദാവീദ് ശുശ്രൂഷയുടെ ക്രമമനുസരിച്ച് എലയാസർ കുടുംബത്തിന്റെ തലവനായ സാദോക്കിന്റെയും ഇത്താമർ കുടുംബത്തിന്റെ തലവനായ അഹിമേലെക്കിന്റെയും സഹായത്തോടെ ഗണം തിരിച്ചു. ഇത്താമർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നായകന്മാർ എലയാസർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനാൽ എലയാസറിന്റെ പിൻഗാമികളെ 16 ഗണങ്ങളായും ഇത്താമറിന്റെ പിൻഗാമികളെ 8 ഗണങ്ങളായും തിരിച്ചു. ഇരുവിഭാഗത്തിലും ദേവാലയ ശുശ്രൂഷകന്മാരും ആധ്യാത്മിക നേതാക്കന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തത്. രാജാവ്, പ്രഭുക്കന്മാർ, പുരോഹിതനായ സാദോക്ക്, അബിയാഥറിന്റെ മകൻ അഹിമേലെക്ക്, പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃകുടുംബ തലവന്മാർ എന്നിവരുടെ മുൻപാകെ ലേവ്യനായ നെഥാനേലിന്റെ പുത്രനും നടപടി എഴുത്തുകാരനുമായ ഷെമായ
എലയാസറിൻ്റെയും ഇത്താമറിൻ്റെയും കുലങ്ങൾക്ക് വീണ കുറികൾ രേഖപ്പെടുത്തി. നറുക്ക് വീണതനുസരിച്ച് ഒന്നാമൻ ഹൊയാറബ്, രണ്ടാമൻ യദായ, മൂന്നാമൻ ഹാരിം, നാലാമൻ സെവോരിം, അഞ്ചാമൻ മൽക്കിയ, ആറാമൻ മിയാമിൻ, ഏഴാമൻ ഹാക്കോസ്, എട്ടാമൻ അബിയ, ഒമ്പതാമൻ യശുവ, പത്താമൻ ഷെക്കാനിയ, 11-ാമൻ എലിയാഷിബ്, 12-ാമൻ യാക്കീം, 13-ാമൻ ഹുപ്പ, 14-ാമൻ യൊഷെബയാബ്, 15-ാമൻ ബിൽഗ, 16-ാമൻ ഇമ്മർ, 17-ാമൻ ഹെസിർ, 18-ാമൻ ഹപ്പിസസ്, 19-ാമൻ പെത്താഹിയ, 20-ാമൻ യഹസ്കേൽ, 21-ാമൻ യാക്കീൻ, 22-ാമൻ ഗാമുൽ, 23-ാമൻ ദലായ, 24-ാമൻ മാസിയ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവരുടെ പിതാവായ അഹറോൻ നിശ്ചയിച്ച ക്രമമനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അവർ വരേണ്ടിയിരുന്നു. ലേവിയുടെ മറ്റു പുത്രന്മാർ: അമ്രാമിന്റെ മക്കളിൽ ശുബായേൽ, അവന്റെ മക്കളിൽ യഹ്ദയ. റഹാബിയായുടെ മക്കളിൽ പ്രമുഖനായ ഇഷീമ. ഇസ്ഹാര്യരിൽ ഷെലോയോത്ത്, അവന്റെ മക്കളിൽ യാഹദ്. ഹെബ്രോണിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ യെറിയ, അമരിയാം, യഹസിയേൽ, യക്കാമയാം. ഉസിയേലിന്റെ പുത്രന്മാർ മീഖ, അവന്റെ മക്കളിൽ ഷമീർ. മീഖയുടെ സഹോദരൻ ഇഷിയ, അവന്റെ മക്കളിൽ സഖറിയ. മെറാറിയുടെ പുത്രന്മാർ മഹലി, മൂഷി, യാസിയ. മെറാറിയുടെ പുത്രനായ യാസിയായുടെ പുത്രന്മാർ ഷോഹാം, സക്കൂർ, ഇബ്രി. മഹ്ലിയുടെ പുത്രൻ എലയാസർ, അവന് മക്കളില്ലായിരുന്നു. കിഷിന്റെ പുത്രൻ യറഹ്മേൽ. മൂഷിയുടെ പുത്രന്മാർ മഹ്ലി, ഏദർ, യെറിമോത്ത്. ലേവി പുത്രന്മാർ കുടുംബക്രമത്തിൽ ഇവരാണ്. കുടുംബത്തലവന്മാരായ ഇവരും ചാർച്ചക്കാരായ അഹ്റോന്റെ പുത്രന്മാരെ പോലെ ദാവീദ് രാജാവിൻ്റെയും സാദോക്കിൻ്റെയും അഹീമലേക്കിൻ്റെയും പുരോഹിത വംശത്തിലെ പിതൃഗോത്രത്തലവന്മാരുടെയും ലേവ്യ വംശത്തിലെ ഗോത്രപിതാക്കന്മാരുടെയും മുൻപിൽ വലിപ്പചെറുപ്പഭേദമന്യേ നറുക്കിട്ടു.